100% സഫ തൂങ്ങി മരിക്കുമായിരുന്നു, സഫ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അത് സഫയുടെ മാത്രം ബുദ്ധിമോശത്തിൽ സംഭവിക്കാൻ പോയ ഒരു കാരണവുമാണ്. സോഷ്യൽ മീഡിയയെ പിടിച്ചുലച്ച വ്ളോഗർ റിഫ മെഹനുവിന്റെ മരണത്തിന് പിന്നാലെ വീണ്ടും മെഹനാസിനെതിരെ വെളിപ്പെടുത്തലുകളുമായി രണ്ടാം ഭാര്യ സഫ രംഗത്തെത്തിയിട്ടുണ്ട്. റിഫയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ലോകം അറിയണമെന്ന തലക്കെട്ടോടെ സഫ നടത്തിയ അഭിമുഖം ഇപ്പോൾ ചർച്ചയാവുകയാണ്. മെഹനാസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സഫ പറഞ്ഞിരിക്കുന്നത്. റിഫയുടെ മരണശേഷം മെഹനാസിനെ വിവാഹം കഴിച്ച സഫ താൻ അനുഭവിച്ചത് കൊടും പീഡനമാണെന്ന് വെളിപ്പെടുത്തുന്നു. മെഹനാസ് ഒരു സൈക്കോ ആണെന്നും തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതായും സഫ പറയുന്നു. റിഫയുടെ സ്വഭാവത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞ് മെഹനാസ് തന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് സത്യാവസ്ഥ ബോധ്യമായെന്നും സഫ കൂട്ടിച്ചേർക്കുന്നു. റിഫ അനുഭവിച്ചതെല്ലാം എനിക്കും അനുഭവിക്കേണ്ടി വന്നു, ആരും ഇനി ചെന്ന് ചാടരുത് എന്നാണ് സഫയുടെ വാക്കുകൾ. അതേസമയം സഫ ഒളിച്ചോടിയെന്ന മെഹനാസിന്റെ ആരോപണങ്ങളെ സഫ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇൻഫ്ലുവൻസർ ലല്ലുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് മെഹനാസിന്റെ ആദ്യ ഭാര്യയായിരുന്ന ഫസ്മീന രംഗത്തെത്തിയിട്ടുണ്ട്. കേസിന് പുതിയ മാനങ്ങളും നൽകിയിട്ടുണ്ട്. റിഫ മെഹനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സഫയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ നിർണായകമായേക്കാം. മെഹനാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കാം.